ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ പ്രക്രിയ നടന്നത്. ഡയമണ്ട് ലഭിച്ച സായിയെയും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായ നന്ദനെയും ഡയറക്ടർ നോമിനേഷനിലെത്തിയ റസ്മിനെയും അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റസ്മിൻ ആണെങ്കിൽ മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു വേണ്ടി ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ആദ്യമേ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് അഭിഷേകിനെയും ജാസ്മിനെയാണ്. തമ്മിൽ ഇഷ്ടമല്ല, അവരെയാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത്. ജാസ്മിനെ അഭിഷേകിനെയും വിളിപ്പിച്ചു. അവർ തമ്മിൽ നല്ല വൃത്തിക്ക് വാക്ക് തർക്കമുണ്ടായി. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നീ എന്ത് ഇവിടെ കാണിച്ചു, നീ ഇവിടെ കോംബോ ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഇത്രയും നാൾ നിന്നത്, ഇനി നീ ഒന്ന് ഒറ്റയ്ക്ക് കളിക്ക്, നീ ഒന്ന് നോമിനേഷനിൽ പോയിട്ട് വാ, പ്രേക്ഷകരുടെ ഇഷ്ടം ഒന്ന് അറിഞ്ഞിട്ട് വാ എന്നൊക്കെ അഭിഷേക് ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ എന്താ, നീ ഇതുവരെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും നിനക്ക് പറ്റിയിട്ടില്ല എന്നും അഭിഷേക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒടുവിൽ ബിഗ് ബോസ് പറഞ്ഞു സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നോമിനേഷനിലേക്ക് എത്തി. പോയത് ജിൻഡോയും അർജുനുമാണ്. അവർ തമ്മിൽ പോയി മാന്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ ഇത്രയും നാൾ നോമിനേഷന് പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ ഒരു വട്ടം പോയിട്ട് വാ എന്ന് അർജുനോട് ജിൻഡോ പറയുന്നുണ്ട്. അർജുൻ തിരിച്ചു പറയുന്നുണ്ട്, ചേട്ടൻ ഇത്രയും നാളും പോയിട്ടുള്ളതല്ലേ നോമിനേഷൻ, അതുകൊണ്ട് ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്, ചേട്ടൻ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ടുള്ള സംസാരമൊക്കെ ആയിരുന്നു അവർ തമ്മിലുള്ളത്. അങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാതെ അവരും രണ്ടുപേരും നോമിനേഷനിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് പോയത് അപ്സര ഋഷിയാണ്. അവർ പോയപ്പോ തൊട്ട് ഭയങ്കര അടിയായിരുന്നു. അവർ പറയുന്നത്, ഋഷി പറയുന്നത്, നീ വെറും സെൽഫിഷ് ആണ്, നീ അങ്ങനെയാണ്, നീ വെറും സെൽഫിഷ് ആയിട്ട് കളിക്കുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ അവർ അടിയുണ്ടാക്കി. ഒടുവിൽ അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചില്ല, രണ്ടുപേരും നോമിനേഷനിലെത്തി. അത് കഴിഞ്ഞ് പോയത് നോറയും ആൻസിബയുമാണ്. അവർ രണ്ടും പോയതിനു ശേഷം അവർ തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. ആൻസിബ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പോയില്ല, നോറയാണ് അങ്ങോട്ടും അങ്ങ് സംസാരിച്ച് കയറിയത്. അപ്പോഴത്തേന് ആൻസിബ പറഞ്ഞു, ഓക്കെ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൻസിബ അവിടെ സമ്മതിക്കുകയായിരുന്നു നോമിനേഷനിലേക്ക് പോകാൻ. അത് കഴിഞ്ഞ് സിജോയും ശ്രീതുവും പോയി അവർ ഇതുപോലെ വാക്കുതർക്കമൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ട് അവർ രണ്ടും സമ്മതിച്ചില്ല. രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് എത്തുവാനായിട്ട് അവരും റെഡിയായി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയും സായിയും നോറയും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ആഴ്ചകളിൽ ആരാണ് ഇനി പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാം. കാരണം സായിയുടെ കയ്യിലാണ് ആ ഡയമണ്ട് ഉള്ളത്. ആ ഡയമണ്ട് ഉള്ള വ്യക്തിക്ക് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് സായി എന്ത് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നോറയും പിടിച്ച് നോമിനേഷൻ ഇടുകയോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.